الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سواء منكم من أسر القول ومن جهر به ومن هو مستخف بالليل وسارب بالنهار له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ പ്രകാരം ജീവിച്ചുകൊണ്ടും ഐഹിക ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് സാമൂഹിക മണ്ഡലത്തിൽ നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ഭീകരവാദം. ഭീകരവാദത്തെ സംബന്ധിച്ചുള്ള ചർച്ച, അതിൻ്റെ അപകടത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ, പ്രസ്താവനകൾ, ഇതാണ് പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. രണ്ട് രാഷ്ട്രനായകന്മാർ കണ്ടുമുട്ടുകയോ ഒരുമിച്ച് കൂടുകയോ ചെയ്താൽ ഉടനെ ഒരു സംയുക്ത പ്രസ്താവന വരുന്നത് നമുക്ക് കാണാം. ഭീകരതയ്ക്കെതിരെ യോജിച്ചു പ്രവർത്തിക്കും. അങ്ങനെ സംയുക്ത പ്രസ്താവനകൾ നടത്താത്ത രാഷ്ട്രനായകന്മാരോ രാഷ്ട്രങ്ങളോ ബാക്കിയുണ്ട് എന്ന് തോന്നുന്നില്ല. അത്രയേറെ ഭീകരതയ്ക്കെതിരെയുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ച് കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രസ്താവനകളും ഇവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ ഫലം കാണുകയായിരുന്നുവെങ്കിൽ ഭീകരത എന്ന് പറയുന്ന ഒരു സാധനം ലോകത്ത് അശേഷം നിലനിൽക്കാൻ സാധ്യതയില്ല, അവശേഷിക്കാൻ സാധ്യത ഇല്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭീകരത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭീകരപ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിരകളാകുന്ന ആളുകൾ കൂടുതൽ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുഖേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊതുമുതലുകളുടെ നഷ്ടം, അരക്ഷിതമായ സാഹചര്യങ്ങൾ, നാട്ടിലുടനീളം പരന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭയം, വിഭ്രാന്തി, ഇതൊക്കെ കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു അറബി കവിയുടെ ഒരു കവിതാശകലം ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. പണ്ട് രണ്ട് കവികളുണ്ടായിരുന്നു. നമ്മൾ സാധാരണ മലയാളത്തിൽ കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ഛനും എന്ന് പറയുന്നത് പോലെയുള്ള രണ്ട് കഥാപാത്രങ്ങൾ, ജരീർ, ഫറസ്ദഖ് എന്നാണ് അറബി സാഹിത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പറയാം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയാക്കിക്കൊണ്ടും കളിയാക്കിക്കൊണ്ടും ഫലിതങ്ങൾ പറഞ്ഞുകൊണ്ടുമൊക്കെയുള്ള കവിതകൾ ധാരാളം അറബി സാഹിത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ ജരീർ പാടുകയാണ്, സഅമൽ ഫറസ്ദഖു അൻസയഖ്തുലു മിർബഅ അബ്ശിർ ബിതൂലി സലാമതി യാ മിർബഅ. സഅമൽ ഫറസ്ദഖു അൻസയഖ്തുലു മിർബഅ. മിർബഅ എന്ന് പറയുന്ന വ്യക്തിയെ ബാക്കി വെക്കുകയില്ല, കൊന്നുകളയുമെന്ന് ഫറസ്ദഖ് ഭീഷണിപ്പെടുത്തുന്നു. ഫറസ്ദഖ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ കവിയാണ്. ആ ഫറസ്ദഖ് മിർബഇനെ കൊന്നുകളയും, ബാക്കി വെക്കുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതായി കേൾക്കുന്നു. അബ്ശിർ ബിതൂലി സലാമതി യാ മിർബഉ.
അതുകൊണ്ട് നിനക്ക് ദീർഘായുസ് ഉറപ്പായി എന്ന് നീ സമാധാനിച്ചു കൊള്ളുക എന്നാണ് ആ കവിതയുടെ അർത്ഥം. ഇതുപോലെ ഓരോ സംയുക്ത കമ്മ്യൂണിക്കയിലും സംയുക്ത പ്രസ്താവനകളും രാഷ്ട്രനായകന്മാരുടെ പ്രസ്താവനകളിലുമൊക്കെ ഭീകരതയ്ക്കെതിരായി പോരാടും, ഭീകരതയെ തുടച്ചു നീക്കും എന്ന് പറയുമ്പോൾ ഭീകരതയെ നീ സന്തോഷിച്ചു കൊള്ളുക, നിനക്ക് കൂടുതൽ കൂടുതൽ ശോഭനമായ ഒരു ഭാവിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭീകരതയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭീകരത? അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അതിൻ്റെ താല്പര്യം? ഇതൊന്നും തന്നെ ഇതുവരെ ആരും കൃത്യമായോ കണിശമായോ നിർവചിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ സാമാന്യമായി ഈ പദപ്രയോഗത്തിൽ നിന്ന് എന്തിനാണ് ഭീകരത എന്ന് വിളിക്കുന്നത്, എന്തിനെയാണ് വിളിക്കുന്നത് എന്ന്, എന്തിനെ സംബന്ധിച്ചിടത്തോളമാണ് ആ പദപ്രയോഗം നടത്തുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം 2-3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3-4 കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ ഭീകരത എന്ന് പ്രയോഗിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഒന്ന്, ഏതെങ്കിലും ഒരു വിഭാഗം അവരുടെ ആശയങ്ങളോ ആദർശങ്ങളോ ചിന്താഗതികളോ ബലം പ്രയോഗിച്ചുകൊണ്ടോ ശക്തി പ്രയോഗിച്ചുകൊണ്ടോ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക, മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഭീകരതയുടെ ഒരു രീതി. അപ്പോൾ ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്ന, സത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം അത് വേറെ ഒരാളോട് സമാധാനപരമായിട്ടോ അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടോ പറയുകയോ പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നതിന് ഒരു നിയമവും തടസ്സമല്ല. അത് ജനാധിപത്യ രീതിയിൽ അംഗീകരിക്കപ്പെട്ട സ്വഭാവവും രീതിയുമാണ്. ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഈ മതപ്രബോധനം എന്നൊക്കെ പറയുന്നത് നിർവഹിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെയാണ് ഇന്നത്തെ പൊതുവെയുള്ള ട്രെൻഡ്. മതത്തെ സംബന്ധിച്ചിടത്തോളം പറയുക, വിശദീകരിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ളത് ഭരണഘടനയ്ക്കെതിരാണ് അല്ലെങ്കിൽ ജനാധിപത്യത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു മതപ്രവർത്തനം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ മതപ്രചാരണം നടത്തുകയാണെങ്കിൽ അതൊക്കെ തെറ്റാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് നമ്മൾ ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങൾ എൻ്റെ മതമാണ് ശരി, ഇതാണ് സത്യം, അതുകൊണ്ട് ഇതിലേക്ക് വരീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ക്ഷണിക്കുകയൊക്കെ ചെയ്യാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ ഒരിക്കലും തന്നെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബലാത്കാരമോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തല ചതിപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടോ ഇങ്ങനെയൊന്നും ആവരുത്. സമാധാനപരമായ മാർഗത്തിലും ഭരണഘടനാനുസൃതമായ മാർഗത്തിലും ആണ് എങ്കിൽ അതിലൊന്നും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള വിശ്വാസ പ്രചാരണങ്ങൾ, ആദർശ പ്രചാരണങ്ങൾ, ചിന്താഗതികളുടെ പ്രചാരണം, ഇതാണ് ഭീകരതയുടെ ഒരു സ്വഭാവം. തീർച്ചയായും തന്നെ അത് ശരിയല്ലാത്തൊരു രീതിയുമാണ്. ഒരാൾ ബലം പ്രയോഗിച്ചുകൊണ്ട് വേറെ ഒരാളുടെ മേൽ തന്റെ വിശ്വാസമോ അല്ലെങ്കിൽ തന്റെ ആദർശമോ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ശരിയല്ല. അത് സാധാരണ നീതിക്ക് യോജിച്ചതുമല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ ശക്തിയായിക്കൊണ്ട് നിഷേധിച്ച അല്ലെങ്കിൽ നിരാകരിച്ച ഒരു രീതിയാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിന്റെ വിഷയത്തിൽ ഒരു ബലപ്രയോഗം പാടില്ല. അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഒരാളെ ബോധപൂർവം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണത്. ആശയപരമായ പരിവർത്തനം മനസ്സിലാണ് ഉണ്ടാവുക. ആ മനസ്സാ സന്തുഷ്ടനായിക്കൊണ്ട് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അയാൾക്ക് ആദർശ പരിവർത്തനം സംഭവിക്കുന്നത്. അല്ലാതെ കണ്ട് വാളിന്റെ ബലത്തിലോ അല്ലെങ്കിൽ ശക്തിയുടെ പ്രയോഗത്തിലോ ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല. മനസ്സ് അങ്ങനെ തന്നെ നിൽക്കും. ബാഹ്യമായിട്ട് എന്തെല്ലാം രൂപങ്ങൾ അയാൾ സ്വീകരിച്ചാലും പ്രകടനങ്ങൾ അയാൾ കാണിച്ചാലും ശരി, മനസ്സ് പഴയപടി തന്നെ നിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിന്റെ വിഷയത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും തന്നെ ബലം പ്രയോഗം പാടില്ല എന്നത്. അപ്പൊ അത് ബലപ്രയോഗത്തിലൂടെയോ ശക്തിപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ പ്രീണനത്തിന്റെയോ ചതിയുടെയോ ഒക്കെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആദർശത്തിന്റെ വ്യതിയാനത്തിന് വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം വിശ്വാസങ്ങളും ആദർശങ്ങളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നത് തീർച്ചയായും ഭീകരതയുടെ ഒരു ഘടകം തന്നെയാണ്. അതിൽ സംശയമില്ല. രണ്ടാമതായി സ്വാതന്ത്ര്യവും ജനാധിപത്യാവകാശങ്ങളും നിഷേധിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അവരവർക്കുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് ഉള്ള രീതിയിലാണ് അയാളുടെ തീരുമാനങ്ങൾ എടുക്കുകയും അയാളുടെ പ്രവർത്തനങ്ങൾക്ക് രൂപം കാണുകയും ചെയ്യുക. ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും വകവെച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ജനാധിപത്യ അവകാശങ്ങൾ എന്ന് പറയുന്നതും എല്ലാവർക്കുമുള്ള ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ ആ ജനാധിപത്യ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യാവകാശമാണ്.
ആ തുല്യാവകാശങ്ങൾ എല്ലാവർക്കും ഒരുപോലെ വകവെച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാവണം. ഇങ്ങനെ അല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈയിടുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരിവർത്തിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് ഭീകരതയാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള സ്വാതന്ത്ര്യ നിഷേധമോ ജനാധിപത്യ അവകാശങ്ങളുടെ നിഷേധമോ അത് ഈ ഭീകരതയുടെ ഒരു ലക്ഷണവും അടയാളവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അട്ടിമറികൾ സംഘടിപ്പിക്കുക, ഭീതി പരത്തുക, ഇതും ഭീകരതയുടെ വേറെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. അട്ടിമറികൾ സംഘടിപ്പിക്കുക, പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും ഉണ്ടാക്കുക, അതുപോലെ സമാധാനപരമായി ജീവിക്കുന്ന ആളുകളുടെ സ്വൈര ജീവിതത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുക, വാഹനങ്ങളും മറ്റുമൊക്കെ വിസ്ഫോടനങ്ങൾ നടത്തുക, ഇതൊക്കെ ഭീകരതയുടെ മുഖങ്ങളാണ്, ഭീകര പ്രവർത്തനങ്ങളാണ്. അത് നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ രൂപത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നിയമവിരുദ്ധമായ ശൈലിയും നിയമവിരുദ്ധമായ രീതിയും സ്വീകരിച്ചുകൊണ്ടുള്ള മുന്നോട്ടു പോക്കുമാണ് ഭീകരതയുടെ സാക്ഷാൽ അർത്ഥമെന്നും താല്പര്യമെന്നും അതിനെ സംബന്ധിച്ച് പൊതുവെ നിരീക്ഷിച്ചാൽ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരത തീർച്ചയായും തന്നെ എതിർക്കപ്പെടേണ്ടതുമാണ്, ശക്തമായ രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടതുമാണ്. ഒരു സമൂഹത്തിൽ ഈ രൂപത്തിലുള്ള ഒരു ഭീകരമായ അന്തരീക്ഷമോ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളോ ശക്തിപ്പെട്ടു വരികയാണെങ്കിൽ അവിടെ സമാധാന ജീവിതം അപകടപ്പെടും. അവിടെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, അവരുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുന്നതാണ്. അങ്ങനെ ഒരിക്കലും ഒരു ഭയത്തോടുകൂടി അല്ലെങ്കിൽ വിഭ്രാന്തിയോടുകൂടി ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്നുണ്ട് എങ്കിൽ ഈ രൂപത്തിൽ ഭീകരതയ്ക്കെതിരായ ഒരു ബോധമുണ്ടാവുകയും പൊതുവെ എല്ലാ ആളുകളും ചില അടിസ്ഥാന മൂല്യങ്ങളും അടിസ്ഥാനമായ ധർമ്മങ്ങളും പാലിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഭീകരതയ്ക്കെതിരായിട്ടുള്ള സമരം തീർച്ചയായും തന്നെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, അത് നടക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതൊരളവിൽ അത് കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി ഔദ്യോഗിക തലത്തിലും അനൗദ്യോഗിക തലത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവോ അതൊക്കെ അതേപോലെ തന്നെ തുടരുകയും ശക്തിപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമും ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ഭീകരതയെയോ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെയോ അനുകൂലിക്കുന്നില്ല. അതിനെ നിരാകരിക്കുകയും അതിനെ തള്ളിപ്പറയുകയുമാണ് ഇസ്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ വ്യക്തമായും മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഭീകരതയ്ക്ക് അനുകൂലമായി നിലകൊള്ളുകയും അല്ലെങ്കിൽ ഭീകരതയുടെ വക്താക്കളായിട്ട് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയുമാണ്. അപ്പൊ ആ ഇസ്ലാമും മുസ്ലിം സമൂഹവും പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ വെല്ലുവിളികൾ ഇതിനെല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഭീകരതയെയും അനുകൂലിക്കുകയോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ നൽകുകയോ ചെയ്യുന്നതിന് ഒരിക്കലും തന്നെ ഇസ്ലാം അനുകൂലമല്ല. അതിന് ശക്തിയായി നിരാകരിക്കുന്ന ഒരു ദീനാണ് ഇസ്ലാം എന്ന് നമ്മൾ തീർച്ചയായും സംശയരഹിതമായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നു, ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഉദഉ ഇലാ സബീലി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുക. ബിൽ ഹിക്മ, വളരെ ബുദ്ധിപൂർവകമായ രീതിയിൽ, വൽ മൗഇദത്തിൽ ഹസന, വളരെ സതുപദേശത്തോടും കൂടി, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ആശയ സംവാദങ്ങൾ നടത്തുക. അങ്ങനെ ആ രീതിയിൽ മനുഷ്യന്റെ ബുദ്ധിയുമായിട്ട് സംവാദങ്ങൾ നടത്തുക, അവന്റെ ചിന്തയുമായിട്ട് സംവാദങ്ങൾ നടത്തുക, സതുപദേശങ്ങൾ ചെയ്യുക, അങ്ങനെ യുക്തിപൂർണമായ സമീപന രീതികൾ സ്വീകരിക്കുക. ഇതാണ് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന പ്രബോധന മാർഗം എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അതിനെയാണ് ശരിവെക്കുന്നത്. അങ്ങനെയാകുമ്പോൾ മാത്രമേ ജനഹൃദയങ്ങളിൽ കൂടുകൂട്ടുവാനും ജനഹൃദയങ്ങളെ ആകർഷിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ലാത്ത രീതിയിലുള്ള മറ്റ് ശക്തി പ്രയോഗിച്ചുകൊണ്ടുള്ള, ഭീകരത സൃഷ്ടിച്ചുകൊണ്ടുള്ള, ഭയത്തിന്റെയും വിഭ്രാന്തിയുടെയും അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തെ ഒരിക്കലും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ അങ്ങേയറ്റം ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇസ്ലാം പിന്തുണ പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഇസ്ലാമിന്റെ ഈ വിഷയകമായിട്ടുള്ള നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്നത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരങ്ങൾ എന്തുകൊണ്ടാണ് അത് പരാജയപ്പെടുന്നത്?
എന്താണ് അത് ഫലം കാണാതെ പോകുന്നത്? അതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എല്ലാവരും ഭീകരതയ്ക്കെതിരായിക്കൊണ്ട് സമരം ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നവരാണ്. എല്ലാ രാജ്യങ്ങളും അതിനുവേണ്ടി സടകുടഞ്ഞ് എഴുന്നേറ്റവരാണ്. എല്ലാവരുടെയും ദൗത്യമായിക്കൊണ്ട് ഭീകരവിരുദ്ധ സമരത്തെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് ഭീകരത വളർന്നുകൊണ്ടേയിരിക്കുന്നു? ഇതിന്റെ പ്രവർത്തനങ്ങൾ അനുദിനം കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ അടിസ്ഥാനപരമായി 3 കാരണങ്ങൾ ഇതിന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഒന്ന്, ഭീകരതയോടല്ല യഥാർത്ഥത്തിൽ നമ്മൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭീകരതയോട് വളരെ ആത്മാർത്ഥമായ വെറുപ്പോ അല്ലെങ്കിൽ എതിർപ്പോ നമുക്കുണ്ട് എങ്കിൽ ആ ഭീകരത ഇല്ലാതാക്കാനും എവിടങ്ങളിലെല്ലാം ആ ഭീകരത കാണപ്പെടുന്നുവോ അതിനെയെല്ലാം ശക്തിയായി പ്രതിരോധിക്കാനുമാണ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഭരണാധികാരികളും നേതാക്കന്മാരും ഒക്കെ ശ്രമിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഭീകരതയ്ക്കെതിരായി കൊണ്ട് സൂക്ഷ്മമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണ് ഭീകരതയുടെ ചെറിയ ചെറിയ മുളകൾ പൊന്തി വരുന്നത്, മുളച്ചു വരുന്നത് എന്ന് ജാഗ്രതയോടുകൂടി നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ആരിലാണ് കാണുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ നടപടികൾ എടുക്കുന്നത്. എല്ലാവരുടെ ഭീകര പ്രവർത്തനങ്ങളെയും ഒരുപോലെ കാണുകയോ എല്ലാവരെയും തുല്യ അളവിൽ ശിക്ഷിക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാടില്ല. നമുക്ക് ചില ടാർഗറ്റുകളുണ്ട്. ആ ടാർഗറ്റുകളെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അവർ ചെയ്യുന്ന കുറ്റങ്ങൾ, അവർ ചെയ്യുന്ന ഭീകര പ്രവർത്തനങ്ങൾ, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിലാണ് ഭീകരതകൾ കാണുന്നത് എങ്കിൽ ഭരണകൂടങ്ങളും ഭരണാധികാരികളും മൗനം പാലിക്കുന്നു, കണ്ടില്ല എന്ന് നടിക്കുന്നു, അതിന് വേറെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നു. ഇതാണ് നമ്മുടെ ഭീകര പ്രവർത്തനത്തിന്റെ ഒരു മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ മാരകമായ ആയുധങ്ങളും പിടികൂടിയെന്ന് സങ്കല്പിക്കുക. ഗോപാലകൃഷ്ണന്റെ കയ്യിലാണ് സ്ഫോടക വസ്തുക്കളും മാരകമായ ആയുധങ്ങളും കണ്ടുകിട്ടിയത് എങ്കിൽ നമ്മൾ പിന്നെ കാണാം, ഈ പത്രത്തിന്റെ 10ാം പേജിലെ അവസാനത്തെ കോളത്തിലെ 4 വരി വാർത്തയിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഗോപാലകൃഷ്ണനെ ഇങ്ങനെ ആയുധങ്ങളുമായിട്ട് പിടികൂടുകയുണ്ടായി. പക്ഷേ അത് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് കളിത്തോക്കുകളായിരുന്നു. അത് കളിത്തോക്കുകളാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇദ്ദേഹം ഒരു മാനസികമായി ചികിത്സ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാളുടെ കീശയിൽ നിന്ന് ചികിത്സിക്കുന്ന ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വേറെ ഏതോ തരത്തിലുള്ള കുസൃതികൾ ഒപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രൂപത്തിലുള്ള ആ വാർത്ത ഒരു ദിവസം കൊണ്ട് തന്നെ അസ്തമിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ നമ്മൾ ഇത് കണ്ടെത്തുന്നത് വേറെ വല്ല അബൂബക്കറിന്റെയോ അല്ലെങ്കിൽ അബ്ദുൽ ഖാദറിന്റെ കയ്യിൽ ഒരു കളിത്തോക്കാണ് കണ്ടുകിട്ടുന്നത് എങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് ഫസ്റ്റ് പേജിലോ അല്ലെങ്കിൽ ലാസ്റ്റ് പേജിലോ ഒക്കെ വെണ്ടക്കയിൽ കാണാൻ സാധിക്കും, കൊടുംഭീകരനെ പിടികൂടിയിരിക്കുകയാണ്. ഈ കൊടുംഭീകരനെ പലതവണ കാശ്മീരിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് അതുപോലെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടതിന്റെ രേഖകൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളുമായി കൊണ്ടാണ് പിന്നീട് ഒരാഴ്ചയും 2 ആഴ്ചയും ഒക്കെ അത് തന്നെ പൊടിപൂരമായി കൊണ്ട് നമ്മുടെ പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും അത് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിലാണ് ഈ സ്ഫോടകങ്ങളോടും അല്ലെങ്കിൽ ഭീകരപ്രവർത്തനങ്ങളോടും നമ്മൾ പ്രതികരിക്കുന്നത് എന്നാണ് നിലവിലുള്ള സംഭവ വികാസങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും അവസാനത്തെ വളരെ രസകരമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം. അതായത് ഈയിടെ ടെഹൽക്ക എന്ന് പറയുന്ന ആ വാർത്താ ഏജൻസി അവര് ഒരു സംഭവം കണ്ടുപിടിക്കുകയുണ്ടായി. ഈ ശ്രീരാം സേന എന്ന് പറയുന്ന സേനയുടെ നേതാവ് ആ നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായിട്ടുള്ള സംഭാഷണങ്ങളും അവരുമായിട്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ ഒളിക്യാമറകളിൽ പകർത്തിക്കൊണ്ടാണ് ഈ രഹസ്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നത്. അതായത് ശ്രീരാം സേന എന്ന് പറയുന്ന ഈ സംഘം അവർക്ക് 2 കോടി രൂപ കൊടുത്താൽ എവിടെ വേണമെങ്കിലും വർഗീയ കലാപം ഉണ്ടാക്കിത്തരാം എന്നുള്ളതാണ് ഓഫർ. മുസ്ലിമീങ്ങളുടെ അവർ താമസിക്കുന്ന ഒരു പ്രദേശങ്ങളിൽ ഒരു വർഗീയ കലാപം
ഉണ്ടാക്കി തരണമെന്നുണ്ടെങ്കിൽ ശ്രീറാം സേനയ്ക്ക് 50 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം രൂപ വരെയുള്ള അവരുടെ ഈ പണം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിത്തരാം എന്നുള്ളതാണ് ഈ ശ്രീറാം സേനയുടെ നേതാവായ പ്രമോദ് മുത്തലിക്കുമായിട്ടുള്ള സംഭാഷണങ്ങളും അതുപോലെയുള്ള അവരുടെ കരാറുകളുമൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ ഒളിക്യാമറയിൽ പകർത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല, എവിടെ വേണമെങ്കിലും ഞങ്ങളുടെ പ്രവർത്തകന്മാർ വന്ന് വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചു തരും, അതിൽ ഈ സംഖ്യ ഞങ്ങൾക്ക് തരണം, അതിന് പുറമെ പോലീസുകാർക്ക് കൊടുക്കാനുള്ള സംഖ്യ വേറെയുമുണ്ട്, അതും കൂടി തന്നാൽ എവിടെ വേണമെങ്കിലും വർഗീയ കലാപങ്ങൾ സംഘടിപ്പിച്ചു തരാം എന്ന് ഈ മുത്തലിക് എന്ന് പറയുന്ന ശ്രീറാം സേനയുടെ തലവൻ ഈ ടഹൽക്ക ഏജന്റുമായി കൊണ്ട് അവർ കരാറിലെത്തുന്നു. ഇതെല്ലാം ഒളിക്യാമറയിൽ പകർത്തുന്ന ആ സംഘം ഇതിന്റെ ഒരു അഡ്വാൻസ് എന്നുള്ള രൂപത്തിൽ 10,000 രൂപ കൊടുക്കുന്നതും അത് കൈപ്പറ്റുന്നതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്യാമറകളിൽ പകർത്തുകയും പിന്നീട് അത് ചാനലുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ ശ്രീറാം സേനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കലാപങ്ങളും ഒരുപാട് കലഹങ്ങളും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടത്തി 2008 മുതൽ 2009-ന്റെയും 2010-ന്റെയും ഒക്കെ ഇടയിലായിക്കൊണ്ട് പലയിടത്തും കർണാടകയിലും അതുപോലെ തന്നെ ഡൽഹിയിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കൊട്ടേഷൻ സംഘങ്ങൾ പോയിട്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ ഈ ശ്രീറാം സേനയുടെ നേതാവ് പ്രമോദ് മുത്തലിക്കിന്റെ പേരിൽ 45 കേസുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരു നടപടിയും ഇയാൾക്കെതിരായിട്ട് ഇതുവരെ ഉണ്ടായില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത്, നമ്മുടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് രാജ്യത്തെയും നാട്ടുകാരെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ നിയമം നടപ്പാക്കേണ്ട, ഭരണഘടന നടപ്പാക്കേണ്ട ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരെ ഇതിന്റെ വേറെ ഒരു മറുവശം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച എന്ത് സംഭവിച്ചു? ജമിയത്തുൽ ഉലമയിലെ ഒരു പണ്ഡിതൻ മൗലാന നൂറുൽ ഹുദ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ വിമാനയാത്ര ചെയ്യുകയാണ്. വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയാണ്, എന്തോ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി. അദ്ദേഹം തന്റെ മകനുമായി കൊണ്ട് മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഉറുദുവില് വിമാനം പറക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് വിമാനം ഉടനെ സ്ഫോടനം നടത്തിക്കൊണ്ട് പൊട്ടിക്കാൻ പോവുകയാണ് എന്ന് അടുത്തുള്ള ഒരു സ്ത്രീ റിപ്പോർട്ട് ചെയ്യുകയും ആ വിമാനത്തെ തിരിച്ചു വിളിക്കുകയും ഈ നൂറുൽ ഹുദ എന്ന് പറയുന്ന മൗലാനയെ പിടികൂടുകയും അദ്ദേഹത്തെ നേരെ യാതൊരു തരത്തിലുള്ള ചോദ്യം ചെയ്യാതെ കണ്ട് ജയിലിലേക്ക് അയക്കുകയും ചെയ്ത അനുഭവവും കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇത് തീർച്ചയായും തന്നെ ആ രൂപത്തില് ഇങ്ങനെ നിയമം ഉടനടി തന്നെ നടപ്പാക്കാനും നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കും. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും പിടികൂടാനും ശിക്ഷിക്കാനും കൂടുതൽ ശക്തമായ രീതിയിൽ, ചടുലമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അവർക്ക് സാധിക്കും. അപ്പോ ഈ നീതികളും നിയമങ്ങളുമൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി മാറുകയും യഥാർത്ഥ കുറ്റവാളികളെല്ലാം തന്നെ ഒഴിവായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭീകരവിരുദ്ധ സമരങ്ങളും പ്രവർത്തനങ്ങളും പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഭീകരവിരുദ്ധ സമരങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമാണ് എങ്കിൽ, ഭീകരതയെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. മുസ്ലിം സമൂഹത്തിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്താൽ അത് വെള്ളപൂശുകയോ മൂടിവെക്കുകയോ ചെയ്യണമെന്ന് ഇസ്ലാമിക സമൂഹത്തിനോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനോ മുസ്ലിം സംഘടനകൾക്കോ അഭിപ്രായമില്ല. കുറ്റവാളികളായ ആളുകളെ നിഷ്കരുണം ശിക്ഷിക്കേണ്ടതുണ്ട്. തീർച്ചയായും അതേപോലെ തന്നെ ആരൊക്കെയാണോ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, ആരെല്ലാമാണ് ഈ രൂപത്തിലുള്ള കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അവരെയും തീർച്ചയായും തന്നെ പിടികൂടേണ്ടതുണ്ട്, ശിക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഈയിടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുകയുണ്ടായി 100-ലേറെ സംഘടനകളെ നിരോധിച്ചതായിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് വരികയുണ്ടായി. ഐക്യരാഷ്ട്രസഭ ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 100-ലേറെ സംഘടനകളെ അവർ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും അങ്ങനെയുള്ള ആ സംഘടനകളുടെ മുഴുവൻ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് അപ്പടി തന്നെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുകയും അത് ഇന്ത്യയിലും നിരോധിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു സംഘടന പോലും ഇതുപോലെയുള്ള ഈ ശ്രീറാം സേനയെ പോലെയുള്ള ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് നമുക്കതിൽ കാണാൻ സാധിക്കുന്നില്ല.
അപ്പൊ എന്തൊരു ഭീകരവിരുദ്ധ സമരമാണിത്, എന്തൊരു നീതിയാണിത് എന്ന് തീർച്ചയായും തന്നെ നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഭീകരവിരുദ്ധമായ സമരങ്ങൾ പരാജയപ്പെട്ടു പോവുകയും ഭീകരത ശക്തിപ്പെട്ടു പോവുകയും ചെയ്യാനുള്ള മുഖ്യമായ ഒരു കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേറെ ഒന്നാണ് ഇപ്പൊ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. ഭീകരവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ തന്നെ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അത് ഭരണകൂട ഭീകരതകളാണ് ഇന്ന് യഥാർത്ഥത്തിൽ വളരെയേറെ പൊതുജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും മറ്റുമൊക്കെയാണ് ഈ ലോകാടിസ്ഥാനത്തിൽ ഭീകരതയ്ക്കെതിരായിക്കൊണ്ടുള്ള വമ്പിച്ച തരത്തിലുള്ള പ്രോപകണ്ടകൾ നടത്തുകയും പ്രചാരവേലകൾ നടത്തുകയും രാജ്യങ്ങളെ മുഴുവൻ തന്നെ ഈ സമരത്തിന് വേണ്ടി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ അമേരിക്ക ചെയ്യുന്നതോ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രങ്ങൾക്ക് സഹായം നൽകുകയും അവരെ സംരക്ഷിക്കുകയും അവരുടെ ഒത്താശയും അവരുടെ പിണിയാളുകളുമായി കൊണ്ട് വർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് അമേരിക്കയുടേത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ചട്ടമ്പി രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇസ്രായേലാണ്. ഈ ഇസ്രായേലിൽ അവിടുത്തെ പൗരന്മാർക്ക് പൗരാവകാശങ്ങൾ നൽകാതെ ആ നാട്ടുകാരായ ഫലസ്തീനികളെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ജനാധിപത്യാവകാശങ്ങളോ മനുഷ്യാവകാശങ്ങളോ വകവെച്ചു കൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകുകയും അമേരിക്കയുടെ ബലത്താൽ മാത്രം എന്ത് തരത്തിലുള്ള ലോകസമ്മർദ്ദത്തിനും വഴങ്ങാതെ നിലകൊള്ളുകയും ചെയ്യുന്ന ചട്ടമ്പി രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്കയാണ് ഭീകരവിരുദ്ധ സമരത്തിന്റെ കൊടിയുമായി കൊണ്ട് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അമേരിക്കയുടെ കീഴിലാണ് അബൂ ഖുറൈബ് പോലെയുള്ള പീഡന കേന്ദ്രങ്ങൾ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായ ചെറുപ്പക്കാരെ അവർ മതവിശ്വാസികളും താടി വളർത്തിയവരുമായി എന്നതിന്റെ പേരിൽ പിടികൂടിക്കൊണ്ട് അതിനീചവും നിഷ്ഠൂരവും മൃഗീയവുമായ മർദ്ദനങ്ങൾ നടത്തുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഈ അബൂ ഖുറൈബ് എന്ന് പറയുന്നത് അമേരിക്കയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവരാണ് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ചെറുപ്പക്കാരെ, നിരപരാധികളായ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കുകയും പീഡിപ്പിക്കുകയും അവരെ കേസിലും കുലുമാലിലും അകപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ഭരണകൂട ഭീകരത നമ്മുടെ നാട്ടിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയും അതിന്റെ ബലിയാടുകളായി ഒരുപാട് യുവാക്കൾ കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതും തീർച്ചയായും തന്നെ ഭീകരവാദത്തെ തടയാനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനുമാണ് നാം ശ്രമിക്കുന്നത് എങ്കിൽ ഈ നിലപാടും തന്നെ തിരുത്തപ്പെടേണ്ടതുണ്ട്. ആത്മാർത്ഥമായി ഭീകരതയ്ക്കെതിരായി സമരം ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെയോ ഒരു രാഷ്ട്രത്തിന്റെയോ ഒരു നേതൃത്വത്തിന്റെയോ കീഴിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല. അതേപോലെ തന്നെ മൂന്നാമതായി ഭീകരത വളർത്തുന്ന ഘടകം ആരോടാണോ നമ്മൾ അനീതി ചെയ്യുന്നത്, ആരാണോ അക്രമത്തിനും മർദ്ദനത്തിനും കൂടുതൽ വിധേയമാകുന്നത്, ആ വിഭാഗങ്ങളിൽ തീർച്ചയായും തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണം അത് സൃഷ്ടിക്കും. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിരപരാധികളായ ആളുകളെ പീഡിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഭാഗം സ്വാഭാവികമായും അവര് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല, ഞങ്ങളോട് അനീതിയാണ് ചെയ്യുന്നത്. പണ്ട് ചങ്ങമ്പുഴ പാടിയതുപോലെ ഇതിനെല്ലാം പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു വികാരം തീർച്ചയായും തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ആ രൂപത്തിലുള്ള വികാരങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭീകരത എന്ന് പറയുന്നത് തീർച്ചയായും അപകടകരമായ ഒരു വസ്തുവാണ്. ഭീകരതയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ്. മുസ്ലിം സമൂഹം തീർച്ചയായും അതിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും പിന്തുണയും നൽകുന്ന വിഭാഗമാണ്. അതേ അവസരത്തിൽ ആരാണോ ഭീകരതയ്ക്കെതിരായി സമരം ചെയ്യാനും പ്രവർത്തിക്കാനും മുന്നോട്ട് വരുന്നത് അവരവരുടെ ആത്മാർത്ഥത തെളിയിക്കേണ്ടതുണ്ട്. അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു പ്രതിപട്ടികയിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരത ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ട മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വളരെ പിന്നാക്കാവസ്ഥയിലാണ്, വളരെ ദാരുണമാണ്. അവർ നമ്മുടെ കേരളത്തിലും അതുപോലെയുള്ള അല്പം ചില സ്ഥലങ്ങളിലുമൊക്കെ ചെറിയ തരത്തിലുള്ള ഒരു ഉണർവോ ചെറിയ തരത്തിലുള്ള ഒരു പ്രസരിപ്പോ മുസ്ലിം സമൂഹത്തിൽ കാണാമെങ്കിൽ ഇവിടെ നിന്ന് വിട്ടാൽ നിങ്ങളുടെ സഹോദരന്മാർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അവര് വണ്ടി വലിക്കുന്നവരും വിറക് വെട്ടുന്നവരും വെള്ളം കോരികളുമാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്, ഒന്നും സംസ്കാരമില്ലാത്തവരാണ്. ആ രൂപത്തിലുള്ള ഒരു സമൂഹത്തെയാണ് ബീഹാറിലും അതുപോലെ യു പിയിലും അതുപോലെയുള്ള രാജസ്ഥാനിലുമൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക.
10-60 കൊല്ലമായി നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് നമ്മുടെ രാജ്യം പിന്നാക്ക വിഭാഗങ്ങളെയും അതുപോലെ ഈ പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തെയും ഒക്കെ അവരെ നന്നാക്കിയെടുക്കാനും അവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയിട്ട് എപ്പോഴും തന്നെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും നയങ്ങളും നിലപാടുകളും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും എന്താണ് ഈ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാവർക്കും വേണം മുസ്ലിം വോട്ടുകൾ. മുസ്ലിമീങ്ങളെ ആർക്കും വേണ്ട, ഇസ്ലാമിക സംസ്കാരത്തെ ആർക്കും വേണ്ട. ഈ സമൂഹത്തിന് നീതിയും നെറിയും വേണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ആർക്കുമില്ല. അവർക്ക് അവരുടെ വോട്ടുകളിലുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത തീർന്നു കഴിഞ്ഞു. അപ്പൊ അതിന് പറ്റുന്ന ചില പൊടിക്കൈകൾ പ്രയോഗിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അവരുടെ ക്യാമ്പിൽ തളച്ചിടാൻ വേണ്ടിയിട്ട് ഓരോ ആസൂത്രണങ്ങൾ ചെയ്യുക. അങ്ങനെ അവരുടെ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഏജന്റുമാരും നമ്മുടെ സമുദായത്തിലുണ്ട്. മുസ്ലിം സമൂഹത്തെ ഇങ്ങനെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ ക്യാമ്പുകളിലേക്ക് തെളിച്ചു കൊണ്ടുപോകാനും കൂട്ടിക്കൊടുപ്പുകാരായിക്കൊണ്ടുള്ള ഒരു വിഭാഗത്തെയും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ കണ്ട് ഈ സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ത്, അവരുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ, അവർക്ക് നീതി ലഭിക്കാൻ, അവരെ സംബന്ധിച്ചിടത്തോളമുള്ള അന്യായമായ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും ഇല്ലാതാക്കാൻ എന്താണ് മാർഗം? അതിനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമങ്ങളും ചെയ്യുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, മുസ്ലിം സമൂഹം ഇവിടെ പീഡനം അനുഭവിക്കുന്നു എന്ന്. അതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിയും അതുപോലെയുള്ള ആളുകളും പറയുന്നില്ലേ? മുസ്ലിം സമൂഹം തീർച്ചയായും തന്നെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ആരാണ് ഈ പീഡനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ നിന്ന് ഇവരുടെ കൈകൾ വിലക്കിയത്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആരാണ് ഈ ഭരണകൂടത്തെയും 10-60 അല്ലെങ്കിൽ 65 കൊല്ലമായി മുസ്ലിം സമൂഹം കൂട്ടായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗങ്ങൾ രാജ്യം ഭരിച്ചിട്ട് എന്തുകൊണ്ട് ഈ സമുദായത്തിന്റെ അവസ്ഥ ഇതേപോലെ തന്നെയായി കൂടുതൽ കഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് ഈ സമുദായം എന്തുകൊണ്ട് പോകുന്നു? ഈ സമൂഹത്തിന്റെ ദേശക്കൂറും ആ സമൂഹത്തിന്റെ രാജ്യസ്നേഹവും ഒക്കെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? തീർച്ചയായും തന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലാകാലങ്ങൾ വരുമ്പോൾ ആട്ടിത്തൊളിയിച്ച് ഓരോ വിഭാഗത്തിനും വോട്ട് ചെയ്തു കൊടുത്ത ഭരണത്തിലേറ്റിക്കൊണ്ട് പിന്നെ നമ്മൾ അവരുടെ അടി വാങ്ങാൻ വേണ്ടി പുറം കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല എന്ന ഒരു തിരിച്ചറിവ് തീർച്ചയായും മുസ്ലിം സമൂഹത്തിന് വേണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവർ തന്നെ സ്വയം അത് മാറ്റാൻ സന്നദ്ധമാകാത്തിടത്തോളം കാലം. അപ്പോൾ അതുകൊണ്ട് നാം നമ്മുടെ വിധി നമ്മൾ തന്നെ നിർണ്ണയിക്കണം. നമ്മുടേതായ ഭാവിയെ സംബന്ധിച്ച്, നമ്മുടേതായ നിലപാടുകളെ സംബന്ധിച്ച് തീർച്ചയായും നമുക്ക് കാഴ്ചപ്പാട് വേണം. ശരിയായ രൂപത്തിൽ ചിന്തിക്കാനും ശരിയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഞങ്ങളുടേതായ വഴി ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു നിലപാട് തീർച്ചയായും മുസ്ലിം സമൂഹത്തിന് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ ചതിക്കുഴികളിൽ പോയി ചാടാതിരിക്കുകയും അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലെത്തി മുസ്ലിം സമൂഹത്തിന്റെയും ഇസ്ലാമിന്റെയും ഒക്കെ ഗുണവും ഉയർച്ചയും മേന്മയും എന്തിലാണ് എന്നുള്ള തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ വളരെയേറെ ആവശ്യമാണ്. എപ്പോഴും തന്നെ പരാജയത്തിൽ പോയി ചാടാനും മറ്റുള്ളവരുടെ ചതിക്കുഴിയിൽ പോയി ചാടാനും ഉള്ളവരല്ല മുസ്ലിം സമൂഹം എന്ന് മുസ്ലിം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗം കാണിച്ചു തരികയും സത്യത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യാനുള്ള തന്റെ ഇടവും പ്രാപ്തിയും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.